ഒന്നിപ്പെട്ട അവനെ വിട്ടു. അയ്യോ, ഇനിയിപ്പോ എന്നാ ചെയ്യും? ഐഡിയ. ഒരു പ്രത്യേക കാര്യമുണ്ട്. കുഴിപ്പറമ്പിൽ കടത്ത രാമകൃഷ്ണൻ അവന് കോടിശ്ശേരിക്ക് കേസ് കൊടുക്കും. രാമകൃഷ്ണൻ കർത്ത. അതെ, കുഴിപ്പറമ്പിൽ രാമകൃഷ്ണൻ കർത്ത ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. വിളിച്ചു വരുത്തിയ ഫോൺ കൊടുക്കാൻ പോവുകയാണ്. അവനിവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? എന്താ അവനിവിടെ ഇല്ല. ഇപ്പൊ ആണെങ്കിൽ ധൈര്യം ഇനി കഥ പറയാം. ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാനത് തെളിയിച്ചോ. ഇന്ന് തുടങ്ങിയേക്കാം. അളിയാ എന്നാ അനൗൺസില് അത് ഞാൻ നോക്കിട്ട് വിളിച്ചു പറഞ്ഞോളൂ. എന്ത് ആംബുലൻസ് അല്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ ഏവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന പുതുക്കാട് രവീന്ദ്രൻ എന്ന കാതികൻ വരില്ല. പക്ഷെ പേടിക്കണ്ട, പുതുക്കാട് പകരം നമുക്കൊരു പെരിയാറിന് കിട്ടിയിട്ടുണ്ട്. അതെ, സർവശ്രീ മുതുകാട് രവി അവരുടെ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. എന്റെ കഥയുടെ പേരാണ് ജീവൻ പോയ വഴി. പ്രിയമുള്ളവരെ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന് പറയുന്ന മനോഹരമായ പ്രദേശം. അവിടുത്തെ പച്ചരിച്ച നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള പാടവരമ്പിലൂടെ ഒരു പെൺകുട്ടി ഇങ്ങനെ മന്ദം നടന്നു വരികയാണ്. മാൻവേടയെ പോലെ തുള്ളിച്ചാടി വരുന്ന ദേവകന്യകയെ പോലൊരു നായിക. അതാണ് എന്റെ കഥാനായിക. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ആരും അറിയാതെ പാടിപ്പോകും. ആ പൂവിന്റെ ഫ്ലോയെന്ന് പറഞ്ഞല്ലോ, അതറിയാ. നൂത പിടിക്ക് ആണല്ലേ? എന്നാ ഇന്നാ പിടിച്ചോ. എനിക്കോ? സുന്ദരിയായ പെൺകുട്ടി കൂട്ടുകാരെ കടലിലേക്ക് ഉടുപ്പിട്ടാണ് അത്രയ്ക്ക് ദരിദ്രയാണ്. സുഹൃത്തുക്കളെ, ഒരു അപ്സര കന്യകയെ പോലെ നമ്മുടെ നായകൻ നടന്നു വരികയാണ്. ഇന്നുവരെ ഒരു ആണിന്റെ മുഖത്ത് പോലും നോക്കാത്ത കന്യകയായ പതിവ്രതയായ സുന്ദരിയായ എന്റെ കഥാനായിക. എന്റെ കഥാനായികയുടെ പേരാണ് മിനി. മിനി, അതെ മിനി. മിനിയ അതിന്റെ കാര്യം മിനിവന്ന് നിൽക്കണം. ഈ കൊണ്ടുവന്നു ഇനി ആശുപത്രി കൊടുക്കാൻ കാശ് വേണ്ടേ? ഈ കഥ പറഞ്ഞാലേ കാശ് കിട്ടൂ. അപ്പൊ അവന് എന്റെ കഥ കേട്ട് കാണും. കഥ കേട്ടതിന്റെ ആവേശ